നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ വീഡിയോ ഇടാനായിട്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയി, ഇവിടെ നെറ്റ് ഉണ്ടായിരുന്നില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഓരോ പിച്ചും പയ്യും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആകാശി കിടക്കുന്നത്. കാരണം മദ്യലഹരിയിലായിരുന്നല്ലോ. മീനുവിനോട് പറഞ്ഞു, മീനു ഐ ലവ് യു, ഇങ്ങോട്ട് അടുത്തേക്ക് വരാനൊക്കെ പറഞ്ഞു. പക്ഷെ മീനു അവിടെ നിന്നോളൂ. മീനു, നീയാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രകാശം, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല, അങ്ങനെയൊക്കെ കുറെ ഇംഗ്ലീഷ് വാക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മീനുവിന് അതെല്ലാം കേട്ടിരിക്കുമ്പോൾ ചിരി പൊട്ടി. പിന്നീട് ആകാശ് അവിടെ കിടക്കുകയാണ്, ബെഡിലേക്ക് അങ്ങോട്ട് വീണു. പിന്നെ ആകാശിന് എഴുന്നേക്കാൻ പറ്റിയില്ല. മീനു അരികെ പോയിരുന്നു ഇങ്ങനെ ആ മുടിയിഴകളിലൊക്കെ തലോടി കൊടുക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം ബാലന് ചായ കുടിച്ചോണ്ട് ഹാളിലിരിക്കണ സമയത്ത് ആനന്ദ് പോയി ആകാശിനെ ആരെയും വിളിച്ചോണ്ട് വന്നു. ഇങ്ങോട്ടേക്ക് വാടാന്നും പറഞ്ഞോണ്ട്, എടാ അച്ഛനോട് സോറി പറയടാന്ന് പറഞ്ഞു. സോറി പറയാനോ? എന്നോട് എന്തിനാ സോറി പറയണേ? എടാ നീയൊക്കെ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ ജീവൻ നശിപ്പിച്ച അച്ഛനാന്നും പറഞ്ഞോണ്ട്, എടാ മര്യാദയ്ക്ക് അച്ഛനോട് സോറി പറ. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അവരെന്തിനാ എന്നോട് സോറി പറയണേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവര് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അവര് പറഞ്ഞ് ശരിയായിട്ടുള്ളൊരു കാര്യല്ലേ? ഞാനല്ലേടാ നിങ്ങളുടെയൊക്കെ ജീവൻ നശിപ്പിച്ചേ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അച്ഛ വേണ്ട, എനിക്കറിയാം, എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ജീവൻ നശിപ്പിച്ചു. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താന്ന് പോലും ഞാൻ ഇതുവരെയായിട്ടും ചിന്തിച്ചിട്ടില്ല. എല്ലാം എന്റേതായ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഞാൻ ചെയ്തേ. ആനന്ദ് പറഞ്ഞു, അങ്ങനൊന്നും പറയല്ല അച്ഛാ, എന്റെ ജീവിതമൊന്നും ആരും നശിപ്പിച്ചിട്ടില്ല. എന്റെ ജീവിതം നശിക്കാൻ കാരണം അച്ഛനല്ല. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അങ്ങനൊന്നും പറയല്ല അച്ഛാ, എന്റെ ജീവിതം അച്ഛൻ നശിപ്പിച്ചിട്ടൊന്നുമില്ല. അല്ല, അച്ഛൻ എന്റെ ആഗ്രഹം ചോദിച്ചില്ല, ശരി തന്നെ. പക്ഷെ എനിക്ക് അച്ഛനോട് വേണമെങ്കിൽ എന്റെ മനസ്സിലുള്ള എന്താണെന്ന് തുറന്നു പറയായിരുന്നു. ഞാനത് പറഞ്ഞില്ലല്ലോ. ബാലൻ പറഞ്ഞു, എങ്ങനെ പറയാനാ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ചോറിലുമായിട്ട് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്ത് നീ നിന്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാ തുറന്നു പറയണേ? നിനക്ക് പേടിയല്ലായിരുന്നോ? ആര്യം പറഞ്ഞു, പല സന്ദർഭങ്ങളിലും എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് അച്ഛൻ്റെ ഓരോ പ്രവർത്തികൾ കണ്ടിട്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് അല്ല അച്ഛനോട് അങ്ങനെ വലിയ മനസ്സിൽ അങ്ങനെ ദേഷ്യവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലത് വെച്ച് ഞാൻ പെരുമാറിയിട്ടുമില്ല എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, എനിക്കറിയാം ഇപ്പോഴും നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എന്തുകൊണ്ടാന്ന്. നിങ്ങളുടെ അമ്മയെ ഓർത്തിട്ട് മാത്രമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ ഞാൻ ദ്രോഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പണ്ടേ ഈ വീട് വിട്ട് പോണ്ടല്ലേ? എന്നിട്ടും നിങ്ങളുടെ അമ്മയെ ഓർത്ത് മാത്രമല്ലേ? ആര്യം പറഞ്ഞു, ഒരിക്കലും അല്ല അച്ഛാ, അങ്ങനെ അച്ഛൻ ചിന്തിക്കുക പോലും ചെയ്യരുത്. കാര്യം പറഞ്ഞു ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടും വരുമൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഈ വീട് വിട്ടു പോകണമെന്നോ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ആകാശ് പറഞ്ഞു, അതെ അച്ഛാ, ഞങ്ങൾക്ക് ഈ വീടാണെല്ലാം. ഇത് വിട്ട് വേറൊരു ലോകം ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇല്ല. ഈ കുടുംബത്തിലെ സന്തോഷം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്കും വലുത്. പറയുമ്പോൾ ഓരോന്ന് അച്ഛനോട് പറയുമെങ്കിലും ഒരിക്കലും അച്ഛനെ വിട്ടു പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്ത പോലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്നാലും ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം നശിപ്പിച്ചില്ലടാ. ഇത്രയൊക്കെ ആയില്ലേ? ഞാൻ കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെയാ? ഞാനൊരു കാര്യം തീരുമാനിക്കും, അത് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കും. ഞാൻ സമ്പാദിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണം. അങ്ങനെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കാര്യത്തിനായിട്ട് വന്നിട്ടില്ല. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരച്ഛൻ എന്ന നിലയിൽ മക്കൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഞാൻ കൊടുക്കണമായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ അതിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. അല്ല, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞുപോയ സ്നേഹം തരാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ബാലൻ പറഞ്ഞു, എടാ ഞാനാ തെറ്റ് ചെയ്തേ. എൻ്റെ മക്കളെ ഞാൻ മനസ്സിലാക്കിയില്ല. എടാ എന്നോട് ക്ഷമിക്കടാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അത് കേട്ട് ആനന്ദും ആകാശിനും ആര്യനും ഒക്കെ വല്ലാതായിപ്പോയി. പിന്നീട് ബാലൻ അവരെ ചേർത്ത് പിടിക്കുകയാണ്, ആര്യനെ ആകാശിനെയൊക്കെ. എൻ്റെ മക്കൾ എന്നോട് ക്ഷമിക്കുമല്ലോ അല്ലേ, ഇത്രയും കാലം ഞാൻ ചെയ്ത് കൂട്ടിയതിനൊക്കെ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എടാ അച്ഛൻ ക്ഷമ പറഞ്ഞു കേട്ടോ. നീയൊന്നും ഇതുവരെയായിട്ട് ക്ഷമ പറഞ്ഞിട്ടില്ല. അവരെന്തിനാ എന്നോട് ക്ഷമ പറയണേ? അതിന്റെ കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്തവൻ ഞാനാണ്. അപ്പൊ ഞാനാണ് അവരോട് ക്ഷമ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സെന്താന്ന് ഞാൻ കാണണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഞാനത് കണ്ടിട്ടില്ല. ആകാശ് പറഞ്ഞു, അച്ഛാ അത് പിന്നെ മദ്യപിച്ച് ബോധമില്ലാതെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. എടാ അത് ബോധമില്ലാതെ പറയേണ്ട കാര്യങ്ങളല്ല, നല്ല ബോധത്തോടു കൂടി പറയേണ്ട. അത് നിനക്ക് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു എൻ്റെ മുന്നിൽ. കാരണം എൻ്റെ സ്വഭാവമായിരുന്നു കാര്യം. ഇനി അതൊന്നും ഓർത്ത് എൻ്റെ മക്കൾ വിഷമിക്കേണ്ട കേട്ടോ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അനന്തന്റെ അടുത്തേക്ക് അച്യുതൻ വരുവാണ്. അച്യുതൻ വന്നിട്ട് ചോദിച്ചു, ഏട്ടൻ തിരക്കിലാണോ? എന്താടാ? അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. മറ്റന്നാള് ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനം. അല്ല, പെട്ടെന്ന് തന്നെ ഇത്ര പെട്ടെന്ന് വെക്കണം? അറിയാലോ ധർമ്മൻ ഇനിയിപ്പൊ അധിക ദിവസം വെറുതെ വീട്ടിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
കട നോക്കി നടത്തട്ടെ എന്ന് പറഞ്ഞു. അല്ല, എവിടെയായിട്ടാ കടയും കാര്യങ്ങളൊക്കെ? ധർമ്മനോട് അതിനെക്കുറിച്ച് പറഞ്ഞോ? അവനോട് ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളതേട്ടാ, ഈ പറയുന്ന ബാലന്റെ കടയുടെ 4-5 കട ഇപ്പുറത്താണ് നമ്മുടെ ധർമ്മന്റെ കട വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനന്തൻ ചാടി ഇരുന്നിട്ടുണ്ട് പറഞ്ഞു, എടാ അതൊന്നും ശരിയാകത്തില്ല. എടാ എങ്ങനെയാ ശരിയാവുന്നേ? ബാലന്റെ കടയുടെ അടുത്ത് കൊണ്ട് കട വെച്ചിട്ടുണ്ടെ ശരിയാകുമോ? ശരിയാകും ഏട്ടാ. എടാ അതിന് ധർമ്മം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഒരു കാരണവശാലും ആ കടയിൽ ഇരിക്കാണ്ട് സമ്മതിക്കില്ല. കാരണം അവൻ ഇഷ്ടമുള്ള കാര്യമല്ലത്. നമ്മളിനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അവൻ സമ്മതിക്കില്ല. ഏട്ടാ അതിനിപ്പോ ധർമ്മനോട് കട എവിടെയാന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെയോ കട ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ മാത്രം അവൻ കട എവിടെയാന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതൊക്കെ ശരിയാകുമോ അച്ഛതാ? വെറുതെ നമ്മൾ എന്തൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതെ, ധർമ്മന്റെ കടയെ കച്ചവടം നടക്കണം. ഈ പറയുന്ന ബാലന് കട പൂട്ടി പോകുകയും ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. എടാ അതൊന്നും വേണ്ട. ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം നോക്കിയാൽ മതി. ഏട്ടാ പിന്നെ എങ്ങനെയാ ബാലിന് അടി കൊടുക്കാന്ന് വിചാരിക്കുന്നേ? ബാലിന് അടി കൊടുക്കാൻ പറ്റിയൊരു സമയം അത്. ഏട്ടൻ പറയുന്ന അനുസരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല. എനിക്കെന്താണെങ്കിലും ഈ ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. പിന്നെ ധർമ്മനെ വീഴിക്കാണ്ടൊരു വഴിയുണ്ട്. കടയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് അമ്മയുടെ പേരാന്ന് പറഞ്ഞു. അമ്മയുടെ പേരോ? അതെ. അതിനകത്ത് അവൻ വീഴും. നാളെ അവനോട് കടയുടെ പേരും കാര്യങ്ങളൊക്കെ പറയും. മറ്റന്നാൾ ഉദ്ഘാടന സമയത്ത് മാത്രമേ കട എവിടെയാന്ന് അവൻ അറിയാനായിട്ട് പാടുള്ളൂ. ഏട്ടൻ നോയിക്കോ, ബാലനിട്ടുള്ള അടി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് അച്യുതൻ പോയി. അനന്തന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അനന്തന് ഒരു താല്പര്യമില്ലായിരുന്നു ഈ കാര്യത്തില്. കുറച്ച് കഴിഞ്ഞപ്പോ മിത്ര മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഭയങ്കര ആലോചനയിലായിരുന്നു ആര്യന്. എന്താ ആര്യ ഇത്രമാത്രം എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, അച്ഛനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നല. അത് ഇതുവരെയായിട്ടും വിട്ടില്ലേ, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ. എന്നാലും അച്ഛൻ പാവല്ലേ, അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചല്ലോ എന്നൊരു സങ്കടം. അതാര്യ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, എൻ്റെ മനസ്സിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ, അതൊന്ന് പൊടി തട്ടി എടുത്താലോ? ബെസ്റ്റ്. ഇപ്പൊ എൻ്റെ മനസ്സിൽ സംഗീതം ഒന്നുമില്ല, ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടുന്നില്ല. അതെ, മൂളിപ്പാട്ട് പാടിയില്ലെന്നോർത്തോണ്ടേ സംഗീതം ഉണ്ടാവത്തില്ലെന്നൊന്നും ഇല്ല. ആരുടെ മനസ്സിൽ സംഗീതമുണ്ട്, അതെനിക്കറിയാം. നമുക്കതൊന്ന് പൊടിയെടുത്ത് എടുക്കാന്ന് പറഞ്ഞു. വേണ്ട മിത്രേ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇനി അതൊന്നും സെറ്റാവില്ല. മുമ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പല മ്യൂസിക് ഡയറക്ടർമാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. പിന്നെ അവരുടെയൊക്കെ സഹായിയാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പലരും ഇപ്പൊ അസിസ്റ്റന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് വിളിച്ചു കഴിഞ്ഞെങ്കിലും ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SBB സാറിന് ഒരു തവണ എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ പറ്റി. ആഹാ കൊള്ളാലോ. എന്നിട്ട് ഇതുവരെയായിട്ടും ആര്യൻ എന്നോടത് പറഞ്ഞിട്ടില്ലോ? അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആര്യന് ഉറപ്പായിട്ടും നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആനായിട്ട് പറ്റും. എൻ്റെ മനസ്സത് പറയുന്നുണ്ട്. ഇനിയാ നല്ല കഥയായി. അതെ, ആ ട്രാവൽ ഏജൻസി എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അതൊന്ന് റെഡിയാക്കി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. മിത്ര പറഞ്ഞു, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. അത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ടർ ആകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു, ആനന്ദേണ്ട കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. എന്ത്? ആനന്ദേണ്ട ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടെ. അല്ല, ആനന്ദേണ്ട ശ്രീദേവി ചേച്ചി അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന്. ആനന്ദേണ്ട മനസ്സിൽ എപ്പോഴും ദേവി ചേച്ചി കാണും. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല മിത്ര. ആനന്ദേണ്ടോടെങ്കിലും ദേവി ചേച്ചി സത്യങ്ങൾ തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? ഇതൊന്നും ചെയ്തില്ലല്ലോ. എല്ലാവരുടെ അടുത്ത് കള്ളത്തരല്ലേ കാണിച്ചേ. അത് പിന്നെ ആ സാഹചര്യം കൊണ്ടാ. എന്ത് സാഹചര്യം കൊണ്ട്? എന്ത് സാഹചര്യം ഉള്ളത്? ഇത് വല്ല സാഹചര്യമാണോ? ആരോടെങ്കിലും ഒരാളോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറയായിരുന്നു. അല്ലാരിയ അപ്പൊ നമ്മൾ ചെയ്തതോ? നമ്മുടെ കല്യാണക്കാരെ നമ്മൾ മറച്ചു വെക്കുകയല്ലേ ചെയ്തേ? എത്ര നാൾ കഴിഞ്ഞിട്ട് എല്ലാരും അറിഞ്ഞേ ആ കല്യാണം നടക്കാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ. അത് പിന്നെ മിത്ര അതും ഇതും തമ്മിൽ കൂട്ടുകുഴയ്ക്കരുത്. അതുപോലെയായിരുന്നു ഇത്. മിത്ര പറഞ്ഞു, എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാനൊരു കാര്യം പറയാം. ശ്രീദേവി എടുത്ത ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ആനന്ദേട്ടനുമായിട്ട് ഡിവോഴ്സ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേന്ന് ചോദിച്ചു. എനിക്കെന്താളും അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. ആനന്ദേട്ടനോടൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച വേദന അവർക്ക് അറിയത്തുള്ളൂ. ആനന്ദേട്ടൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് ആനന്ദേട്ടൻ അറിയത്തുള്ളൂ. നമ്മൾ ഈ പുറമേ കാണുന്ന പോലൊന്നും അല്ല. നമ്മൾ പുറമേ വിചാരിക്കും അതങ്ങനെയല്ലേ, അത്രയല്ലേ ഉള്ളെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല മിത്രേ. അതുകൊണ്ട് ഞാൻ ആനന്ദേട്ടനെ ഒരു തരത്തിൽ ഫോഴ്സ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് മിത്രയ്ക്കും അറിയണ്ടായിരുന്നില്ല. കാരണം മിത്രയ്ക്കും കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഒന്നാവണമെന്ന്. പക്ഷേങ്കിൽ ആര്യനാണെങ്കിലോ അതിനൊട്ട് താല്പര്യം കാണിച്ചതുമില്ല. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.